ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ വ്ളോഗ്സ്. എൻ്റെ പേര് അപർണ. എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 കിലോ കേക്കിന് പറ്റിയ ഒരു സ്പഞ്ച് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് നല്ല ഹൈറ്റൊക്കെ ഉള്ള നല്ല വാനില സ്പഞ്ച് കേക്കാണ്. അപ്പോൾ ഈ കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കേക്കിന് അങ്ങനെ മുട്ടേൻ്റെ ഒരു സ്മെല്ലും അതേപോലെ തന്നെ മുട്ടേൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നല്ലൊരു കേക്കാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ഹൈറ്റൊക്കെ ഉള്ളൊരു കേക്കാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. പക്ഷേ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതേപോലെ തന്നെ നല്ല ഹൈറ്റൊക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി കേക്കിന് വേണ്ട ഫ്ലോർ ഇവിടെ അരിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ്. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ ഇത് നന്നായിട്ട് വടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇത് 3-4 തവണ അരിച്ചെടുക്കുക. അപ്പോൾ 3 തവണ അരിച്ചെടുക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അതെന്ന് വെച്ചാൽ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ 3 തവണയെങ്കിലും നന്നായിട്ട് ഇതേപോലെ അരിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത് കേക്കിന് നല്ല ഹൈറ്റും സോഫ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബീറ്റ് ചെയ്യുന്ന പാത്രം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ബീറ്ററിൻ്റെ ബ്ലേഡിലും പാത്രത്തിലും നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന ഏത് സാധനത്തിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ കേക്ക് ഫ്ലോപ്പായി പോവും, എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് കിട്ടുകയില്ല. അതേപോലെ കേക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അപ്പം ഞാനിവിടെ ഫസ്റ്റിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, ബീറ്റർ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 1 അങ്ങനെ പോയിട്ട് മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവന്നാൽ മതിയാവും. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ സ്പീഡ് ഒരുപാടാക്കുമ്പോൾ ബീറ്റർ കംപ്ലൈൻ്റ് ആവാനും അപ്പം നമ്മുടെ ബീറ്റർ അധികം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ബീറ്റർ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇതേപോലെ തന്നെ ഫസ്റ്റിൽ, സെക്കൻഡ്, അങ്ങനെ തേർഡ് അങ്ങനെ കൂട്ടിയിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോഴാണ് ഇതിലേക്ക് ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചൊക്കെ ഒന്ന് പതഞ്ഞ് വരണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആവട്ടെ. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറുതായി ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഇവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അപ്പം ഞാനിത് ഇത്തിരി ആയിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്, മുഴുവനായിട്ട് ചേർക്കുന്നില്ല. അപ്പോൾ 3 തവണയായിട്ട് ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തിരി ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് മിക്സ് ആവും. അപ്പം ഞാൻ ബാക്കിയുള്ള പഞ്ചസാര പൊടിച്ചതും കൂടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ പൗഡർ ഷുഗർ ചേർക്കുമ്പോൾ സെക്കൻഡിലും തേർഡിലേക്കും ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഷുഗർ പൗഡറും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഷുഗർ പൗഡറൊക്കെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാറ്റർ നന്നായിട്ട് ഇനി പതഞ്ഞ് വരും. അപ്പം നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇനി ഒരു 4-ലും 5-ലും 6-ലൊക്കെ ഇട്ടിട്ട് നമ്മൾ മാക്സിമം സ്പീഡ് വരെ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ബീറ്ററിൽ 7 ആണ് സ്പീഡ്, ലാസ്റ്റ് സ്പീഡ്. അപ്പം ഞാനിത് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഓഫ് വൈറ്റ് കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വരെ സമയമെടുക്കും. അപ്പോൾ ഇവിടെ ബാറ്റർ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. 1-ലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതിയാവും. ഓവർ സ്പീഡായിട്ട് ബീറ്റ് ചെയ്താൽ നമ്മൾ ബാറ്റർ താഴ്ന്നു പോവും. അപ്പോൾ നമ്മൾ കേക്കിന് വിചാരിച്ച ഹൈറ്റ് കിട്ടില്ല. അപ്പോൾ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്ലോലി ഇതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതേപോലെ തന്നെ കട്ട് ആൻഡ് ഫോൾഡ് എന്ന മെത്തേഡിലൂടെ സ്ലോലി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മെല്ലെ സാവധാനത്തിൽ ഈ മെത്തേഡിൽ തന്നെ ചെയ്യണം. അതേപോലെ തന്നെ കുത്തി ഇളക്കാൻ പാടില്ല. കാരണം നമ്മൾ ബാറ്റർ പൊങ്ങി വന്നതൊക്കെ താഴ്ന്നു പോവും. അപ്പോൾ നമ്മൾ വിചാരിച്ച ഹൈറ്റ് കിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ കട്ട് ആൻഡ് ഫോൾഡ് എന്ന മെത്തേഡ് കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ചായിട്ട് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുത്തി ഇളക്കാൻ പാടില്ല. അപ്പം ഞാൻ ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ നമ്മൾ ഫ്ലോർ മിക്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 3-4 തവണയായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളും അതേപോലെ തന്നെ ഒരു 3-4 തവണയായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ കട്ട് ആൻഡ് ഫോൾഡ് എന്ന മെത്തേഡിലൂടെ ഇതേപോലെ തന്നെ കുത്തി ഇളക്കാണ്ട് ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്ലോർ മിക്സൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനീഗർ ചേർക്കുന്നത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബാറ്റർ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു തിക്കിൽ വരണം. റിബൺ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് വരണം. അപ്പം ഞാനിപ്പോൾ ചെയ്ത പോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിക്കാണെന്ന് തോന്നിയാൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇത്തിരി എണ്ണ തടവിയിട്ട് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു 40 മിനിറ്റിനുള്ളിൽ നമ്മളെ കേക്ക് ബേക്കായി കിട്ടും. അപ്പോൾ ഒരു 35 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ബേക്കിംഗ് പാത്രത്തിൽ നിന്ന് മാറ്റി പുറത്തേക്ക് വെക്കണം. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഈ ടിന്നിൽ നിന്നും മാറ്റി ബട്ടർ പേപ്പറൊക്കെ മാറ്റി വെക്കണം. അപ്പം നമ്മുടെ കേക്ക് ഹാർഡായി പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ഹൈറ്റും ഉണ്ട്, നല്ല ടേസ്റ്റുമാണ്. മുട്ടേൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും വരില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ ഒട്ടും വെള്ളം ഉണ്ടാവാനും പാടില്ല.
ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് എന്ന മെത്തേഡിലൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ കേക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ തുറന്ന് നോക്കി ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. അതേപോലെ തന്നെ കേക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു ട്രേയിൽ നിന്ന് മാറ്റി വേഗം പ്ലേറ്റിൽ വേറെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. ഇനിയൊരു മുട്ടേൻ്റെ ആ ഒരു ടേസ്റ്റേ വരില്ല. നല്ല ഹൈറ്റുള്ള, നല്ല സോഫ്റ്റുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയിട്ട് നന്നായില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇതേപോലെ 1-2 തവണ ഉണ്ടാക്കുമ്പം തന്നെ ബെറ്ററായി വരും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.